Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ബാംബു കോർപ്പറേഷൻ തകർച്ചയുടെ പക്കി. കോടിക്കണക്കിന് രൂപയുടെ പനമ്പാണ് ഉപയോഗപ്പെടുത്താതെ വെറുതെ കിടന്ന് നശിക്കുന്നതെന്ന് അങ്കമാലി INTUC ജനറൽ സെക്രട്ടറി പരാതിപ്പെട്ടു. 2023 മുതൽ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. നെയ്ത്ത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കാതെയും ഫാക്ടറി തൊഴിലാളികൾക്കും ജീവനക്കാർക്കും 11 മാസത്തെ കുടിശ്ശികയും ഇതുവരെയായി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ എല്ലാ ഗോഡൌണുകളും നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പനമ്പാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. കാട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഈറ്റ അധിക വിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മറച്ചു വിൽക്കുന്ന പ്രവൃത്തികളാണ് ബാംബു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്താനുള്ള യാതൊരുവിധ ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് അങ്കമാലി INTUC ജനറൽ സെക്രട്ടറി പരാതിപ്പെട്ടു. പരമ്പരാഗത തൊഴിലാളികളെ ഈറ്റ, കാട്ടുവള്ളി, മുള, നെയ്ത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ബാംബു കോർപ്പറേഷൻ എന്ന സ്ഥാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2023 മുതൽ ഇത് പൂർണ്ണമായും ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. നെയ്ത്ത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഫാക്ടറി തൊഴിലാളികൾക്കും ജീവനക്കാർക്കും 2023 9 മാസത്തെയും ഈ വർഷത്തെ 2 മാസത്തെ ഉൾപ്പെടെ 11 മാസത്തെ ശമ്പളം കുടിശ്ശികയുണ്ട്. നെയ്ത്ത് തൊഴിലാളികൾക്ക് നെയ്ത വകയിലുള്ള പൈസ കൊടുക്കാനും DA കുടിശ്ശികയുണ്ട്. അങ്ങനെ എല്ലാവിധ മേഖലകളിലും ബാംബു കോർപ്പറേഷൻ തകർന്ന് അടച്ചുപൂട്ടപ്പെട്ട സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ പനമ്പ്, കോടിക്കണക്കിന് രൂപയുടെ പനമ്പ് ഇരുന്ന് നശിച്ചു പോവുകയാണ്. കാട്ടിൽ നിന്ന് കിട്ടുന്ന ഈറ്റ അത് വൻ തുക കൈപ്പറ്റിക്കൊണ്ട് മറ്റ് സംസ്ഥാനക്കാർക്ക് മറച്ചു വെക്കുകയാണ് ഈ ബാംബു കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാട്ടിൽ നിന്നും ഫ്രീ ആയി കിട്ടുന്ന ഈറ്റ വെട്ടിയെടുത്ത് അധിക വിലയ്ക്ക് മറച്ചു വെക്കുന്ന ഒരു പ്രസ്ഥാനം. ഇപ്പോഴത്തെ നെയ്ത്ത് തൊഴിലാളികൾക്ക് കൊടുക്കാനോ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനോ ഭരണസമിതിയും സർക്കാരും യാതൊരു ശ്രമവും നടത്താതെ ഒരു വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനങ്ങൾ മാറി. നമുക്കറിയാം, കേരളത്തിലെ വ്യവസായ സൗഹൃദമാണ്. പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം. 26 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് പങ്കെടുത്ത് വലിയ ഒരു പരിപാടികൾ, ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എന്ന് പറഞ്ഞ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഇത് എനിക്ക് പറയാൻ തോന്നിയത്, കാരണം ഈ സ്വന്തം സംസ്ഥാനത്ത് ഉള്ള ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തുവാനുള്ള യാതൊരു ശ്രമം പോലും നടത്താൻ സാധിക്കാത്ത ഈ സർക്കാർ എങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്, വ്യവസായം തുടങ്ങുന്നത്? വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് എറണാകുളം ജില്ല. ഇവിടെയാണ് ഇവിടെ ടെൽക്ക്, ഈ ബാംബു കോർപ്പറേഷൻ, കാംകോ തുടങ്ങിയ മേഖലകൾ, ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളത്. തൊഴിലാളികൾ ശമ്പളം അരി കിട്ടാതെ, അരി മേടിക്കാൻ പകയില്ലാതെ നിസ്സാര തുച്ഛമായ ശമ്പളമാണ് ഈ സ്ഥാപനത്തിലുള്ളത്. 13,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ഒരു മാസം ഇവിടെ ശമ്പളം ഉണ്ടായിരുന്നത്. ആ ശമ്പളം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ തൊഴിലാളികളുടെ വേതനം പുതുക്കി നൽകിയിട്ടില്ല, എഗ്രിമെൻ്റ് വെച്ചിട്ടില്ല, അതിനെപ്പറ്റി ചർച്ച നടക്കുന്നില്ല. ജീവനക്കാർക്ക് ശമ്പളമില്ല. ESIയിലും PFലും കോടിക്കണക്കിന് രൂപയാണ്. എനിക്ക് വന്ന കത്താണിത്. ഈ ശമ്പള വർധനവിനെക്കുറിച്ച്, എഗ്രിമെൻറ്റിനെ കുറിച്ച് ഒരു നിവേദനം കൊടുത്തപ്പോൾ തന്നിരിക്കുന്ന കത്താണ്. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി, യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. PFൽ കോടികൾ അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഇവർക്ക് PF പെൻഷൻ ലഭിക്കുന്നില്ല. ESIയിൽ കോടികൾ അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ESI ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പിരിഞ്ഞു പോയ ആളുകൾക്ക് ഗ്രാറ്റുവിറ്റിയും മറ്റു ആനുകൂല്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല. GSTയിൽ വൻ തട്ടിപ്പ് നടത്തി. കടകളിൽ നിന്നും ഈ സാധനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വിറ്റതിന് GST വാങ്ങിച്ച് GSTയിൽ അടയ്ക്കാതെ ഇവർ മറിച്ച് കൃത്രിമം നടത്തിയത് മൂലം GST രജിസ്ട്രേഷൻ അവർ വിച്ഛേദിച്ചു. അതിനുശേഷം കോടതിയിൽ പോയി ഇൻസ്റ്റാൾമെൻ്റ് ആക്കി പുതുക്കി. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 2 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, ബാക്കി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് വിൽക്കാൻ സാധിക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ പനമ്പ് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഈറ്റ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഫാക്ടറി, ഈ ഗോഡൗൺ 6-7 ഗോഡൗണുകളുണ്ട്. ഗോഡൗണുകൾ നശിച്ചു കിടക്കുകയാണ്. തൊഴിലാളികളുടെ ദാരിദ്ര്യകരമായ അവസ്ഥ. ഇവിടെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് അപേക്ഷ നൽകിയിട്ട് 1 രൂപ പോലും കൊടുക്കാൻ ഈ മാനേജ്മെൻറ്റിനോ സർക്കാരിനോ ഈ വ്യവസായ വകുപ്പ് മന്ത്രിക്കോ
ഇവിടുത്തെ ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഞാൻ INTUC യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പറയുകയാണ്, ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട അടിയന്തരമായ സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചേ പറ്റൂ. ഇതുപോലെയുള്ള പരമ്പരാഗത തൊഴിലാളികളെ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ലക്ഷങ്ങളും കോടികളും മുടക്കി വലിയ ക്യാമ്പുകളും സമ്മേളനങ്ങളും നടത്തി കാശ് കളയാമെന്നുള്ളതല്ലാതെ ഇവിടെ ഉള്ള പ്രസ്ഥാനങ്ങളെ നിലനിർത്താതെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കാതെ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.